തിരുവനന്തപുരം വഞ്ചിയൂർ കൈതമുക്കിൽ അപകടാവസ്ഥയിലായ കെട്ടിടം ഉദ്യോഗസ്ഥരെത്തി പൊളിച്ചു നീക്കുന്നു. കെട്ടിടം പൊളിക്കാൻ തഹസിൽദാർ കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു. 75 വർഷം പഴക്കമുള്ള കെട്ടിടം 25 വർഷത്തിലേറെയായി പൂട്ടിക്കിടക്കുകയാണ്. അജീഷ് ജയകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരം നഗരസഭയിലെ ശ്രീകണ്ഠേശ്വരം വാർഡിൽപ്പെട്ട ഒരു കാലപ്പഴക്കം ചെന്ന കെട്ടിടമാണ് ഇപ്പോൾ പൊളിച്ചു നീക്കുന്നത്. ഇതിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഈ മഴക്കാലത്ത് ഇത് അപകടം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കോർപ്പറേഷന്റെ ഈ നടപടി ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഏതാണ്ട് 50 വർഷത്തിലധികം ഈ കെട്ടിടത്തിന് പഴക്കമുണ്ട്. ഓടിട്ട ഒരു കെട്ടിടമായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ കനത്ത മഴയിൽ ഇതിന്റെ ഒരു ഓട് ഇളകി വീണ് ഈ കാൽനട യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരാഴ്ച മുമ്പാണ് ഈ നാട്ടുകാർ കോർപ്പറേഷനിൽ പരാതി നൽകിയത്. കഴിഞ്ഞ ദിവസം ഇതിന്റെ ഉടമസ്ഥന് കോർപ്പറേഷൻ ഒരു നോട്ടീസും അയച്ചിരുന്നു, കെട്ടിടം പൊളിച്ച് നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷേ അദ്ദേഹം അതിന് തയ്യാറായില്ല. തുടർന്നാണ് തഹസിൽദാർ ഉത്തരവിടുകയും ഇങ്ങനെ പൊളിച്ചു നീക്കലിലേക്ക് കടക്കുകയും ചെയ്തത്. ഇപ്പോൾ ഇവിടുത്തെ വാർഡ് മെമ്പർ കൗൺസിലറുണ്ട്. ചേട്ടാ, ഇത് എത്ര വർഷം പഴക്കമുണ്ട് ഈ കെട്ടിടം? അപകട നിലയിലായിരുന്നു ഇത്? അത് 50, 55, 60 കൊല്ലത്തിന് പഴക്കമുണ്ട്. എനിക്കറിയാം. പിന്നെ ഇത് പൂട്ടിയിട്ടിട്ട് ഒരു 25 കൊല്ലത്തിന് മുകളിലായി. എൻ്റെ ഓർമ്മയാണെങ്കിൽ ഒരു 10-25 കൊല്ലമായി. ഏത് നിമിഷവും തകർന്നു വീഴാന്നുള്ള അവസ്ഥയിലായിരുന്നു. തീർച്ചയായിട്ടും അപകടാവസ്ഥ. ഇപ്പോൾ 2 ആഴ്ചക്ക് മുമ്പ് ഈ മഴയൊക്കെ പെയ്തപ്പോഴത്തേക്ക് ഇത് വളരെ ഇങ്ങനെ റോഡിലോട്ട് ചരിഞ്ഞ് വന്നു. അപ്പോഴപ്പോഴും സൗണ്ട് കേൾക്കും, കടകട സൗണ്ട് കേൾക്കും, ഇതിങ്ങനെ ചരിഞ്ഞ് വരുന്നതായിട്ട്. ഇപ്പോൾ തന്നെ പോലീസും എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടു ആ സൗണ്ട് കേൾക്കുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അടിയന്തരമായിട്ട് പൊളിക്കേണ്ട ഇടപെടി വന്നത്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ ഓണർ എന്നെ വന്നത് ഞാനിത് കെട്ടിക്കോട്ടോ അടച്ചെടുത്തോട്ടോ ഞാൻ കെട്ടാൻ എനിക്ക് പറയാൻ അനുവാദമില്ല. നിങ്ങളിപ്പോൾ തൽക്കാലം ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെടാതെ ഇതിനെ പൊളിച്ച് താഴെ അടുക്കുക. പിന്നെ നിങ്ങൾ നഗരസഭയിൽ നിന്ന് നിയമപരമായിട്ട് ഓർഡർ വാങ്ങിച്ച് കെട്ടിക്കോളൂ. അതിലെനിക്ക് നിങ്ങളെ എതിർക്കാനൊന്നും വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് അയാൾ തയ്യാറല്ല. ഓർഡർ ഉണ്ടെങ്കിൽ കിട്ടണമെങ്കിൽ ഓർഡർ തന്നോ കാണിച്ചോ നിങ്ങൾ കെട്ടിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് തയ്യാറല്ല അയാൾ. അപ്പം കൗൺസിലർ പറഞ്ഞതുപോലെ തന്നെ ജീർണാവസ്ഥയിലായിരുന്നു കെട്ടിടം. ആളുകൾക്ക് അപകടം ഉണ്ടാവുന്നതിൽ നിന്ന് അത് തടയാൻ വേണ്ടിയിട്ടാണ് കോർപ്പറേഷൻ ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചത്. കെട്ടിടം ഇപ്പോൾ പൂർണ്ണമായിട്ടും പൊളിച്ചു നീക്കിയിട്ടുണ്ട്. ശക്തമായ മഴ വരുന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് കോർപ്പറേഷന്റെ ഈ നടപടി. തിരുവനന്തപുരത്ത് നിന്നും അജീഷ് ജയകുമാർ, 24.